വെൽക്കം ബാക്ക് ടു Xylem Learning. അപ്പൊ നിങ്ങളുടെ കൂടെ ഇന്നുള്ളത് അരുമ ടീച്ചറാണേ. അപ്പൊ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് ഒരു സൂപ്പർ സ്റ്റാറിന്റെ കഥ പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൻ ബാക്ടീരിയ. അപ്പൊ മക്കൾ വിചാരിക്കും, ഈ ബാക്ടീരിയ എങ്ങനെയാ സൂപ്പർ സ്റ്റാർ ആയി മാറുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഈ പറയുന്ന സൂപ്പർമാൻ ആയിക്കോട്ടെ, സൂപ്പർ ഗേൾസ് ആയിക്കോട്ടെ, ഇവരൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇവരൊക്കെ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് രക്ഷിക്കും അല്ലെ? അതുപോലെ നമ്മുടെ രക്ഷകനായി മാറിയ ഒരു കുഞ്ഞൻ ബാക്ടീരിയയുടെ കഥയാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും അറിയാലേ, ഇന്ന് നമ്മുടെ ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ പറയപ്പെടുന്ന മലിനീകരണ പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്, ഇന്ന് ഇങ്ങനെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരാ ഇതിനൊക്കെ കാരണക്കാര്? നമ്മള് മനുഷ്യന്മാര് തന്നെയാണ് അല്ലെ? നമ്മൾ മനുഷ്യന്മാരെന്ത് ചെയ്യാണ്, പ്രകൃതിയെ ഇങ്ങനെ കടന്നാക്രമിച്ച് ഇതിനൊക്കെ എന്ത് ചെയ്യാണ്, മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മളിപ്പോ ഈ പറയുന്ന ജലസ്രോതസ്സുകൾ അല്ലെ, നമ്മുടെ പുഴകള്, നമ്മുടെ അരുവികള്, നമ്മുടെ കടലുകള് ഒക്കെ എന്താണ് ഇങ്ങനെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ മലിനീകരണം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണല്ലോ നമ്മുടെ കടല്. കടൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? കടലിൽ കുറെ മത്സ്യങ്ങളുണ്ട്, കടലിൽ കുറെ ചെടികളുണ്ട്, പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഈ കടലിലുണ്ട് അല്ലെ? അപ്പൊ ഈ പറയുന്ന കടൽ ഇങ്ങനെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാവോ? അതായത് ഈ പറയുന്ന കടലിൽ കൂടെ ഒരുപാട് വലിയ വലിയ ഷിപ്പുകളൊക്കെ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലെ? അതേപോലെ തന്നെ ബോട്ടുകൾ പോകുന്നുണ്ടാവും. അപ്പൊ ഈ കടലിലുള്ള ഷിപ്പിലും ബോട്ടിലും ഒക്കെ എന്തുണ്ടാവും? എണ്ണ ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ പറയപ്പെടുന്ന കപ്പലിലെ എണ്ണയും ബോട്ടിലെ എണ്ണയും ഒക്കെ എന്ത് ചെയ്യും? ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പറയുന്ന കടലിലേക്കോ അതേപോലെ തന്നെ വലിയ കായലിലേക്കോ ഒക്കെ എന്ത് ചെയ്യാനുണ്ട്? കലരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് എണ്ണ ചോർച്ച നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സാഹചര്യം കൂടെ ഉണ്ട്. അങ്ങനെ ഒരു എണ്ണ ചോർച്ച ഉണ്ടായാലുള്ള ഫലം എന്താ മക്കളെ? ഈ പറയപ്പെടുന്ന കടലിലുള്ള ചെടികൾക്കും ജീവികൾക്കും ഒക്കെ എന്താണ്, അത് വലിയ ദോഷം ഉണ്ടാക്കണം. ടീച്ചർ അതിനൊരു ഉദാഹരണം കാണിച്ചു തരട്ടെ. നോക്കിയേ നിങ്ങള്, പാവം ഒരുപാട് പക്ഷികൾ ഉണ്ടല്ലേ കടലില്, അതേപോലെ തന്നെയുള്ള ജീവികളൊക്കെ കടലിലുണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ മേൽ ഈ പറയുന്ന എണ്ണ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഇവർക്ക് പിന്നെ സ്വാഭാവികമായിട്ടും ജീവിക്കാൻ പറ്റുമോ? നല്ല രീതിയിൽ പറ്റില്ല അല്ലെ? അതേപോലെ നോക്കിയേ നിങ്ങള്, കുഞ്ഞൻ കടലാമയ്ക്ക് ഇതേപോലെ തന്നെ ജീവിക്കാൻ പറ്റുമോ? കടലാമയുടെ പുറത്തൊക്കെ എന്തായി? എണ്ണ പോയല്ലേ? അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്ന ജീവികൾക്കൊക്കെ ഉണ്ടാവുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ചത്തുപോകും അല്ലെ? അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മലിനീകരണമാണ് ഈ എണ്ണച്ചോർച്ചയൊക്കെ ഉണ്ടാവുന്നതിലൂടെ നമ്മുടെ കടലിൽ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പൊ നോർമലായിട്ട് കുഞ്ഞി വെള്ളത്തിലുള്ള അതേപോലെ തന്നെ കുഞ്ഞു പുഴകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യന്മാർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അത് വൃത്തിയാക്കി എടുക്കാം അല്ലെ? അവർ കഷ്ടപ്പെട്ട് വൃത്തിയാക്കുന്ന ചിത്രങ്ങളാണ് ഉള്ളത്. ഇവരുടെ കയ്യിൽ നോക്കിയാൽ നിങ്ങൾ, പാവം എന്ത് ബുദ്ധിമുട്ടിയാണല്ലേ, ഒരു പാവം കുഞ്ഞൻ താറാവാണല്ലേ അവരുടെ കയ്യിലുള്ളത്. എന്തോരം വലിയ ബുദ്ധിമുട്ടാണ് ഈ താറാവിനുണ്ടായതെന്ന് നിങ്ങൾ നോക്കിയേ. അപ്പോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ? മനുഷ്യന്മാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആഴക്കടലിലൊക്കെ ഇതേപോലെ എണ്ണച്ചോർച്ച ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഇതേപോലെ അവിടെ ചെന്ന് ഇത് വൃത്തിയാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ? ഇപ്പൊ ഒരുപാട് വലിയ രീതിയിലായിരിക്കും ഈ എണ്ണച്ചോർച്ച ഉണ്ടാവുക. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്തേക്ക് ആയിരിക്കും ഈ പറയപ്പെടുന്ന പ്രശ്നം ഉണ്ടാവുന്നത്. ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും? പറ്റില്ല അല്ലെ? അപ്പോ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം എന്ത് ചെയ്തു? ലോകത്തിന് മുന്നിൽ വന്നു. ഇങ്ങനെ എണ്ണച്ചോർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സമുദ്രത്തിൽ അകപ്പെട്ടു പോയ എണ്ണ എങ്ങനെ നീക്കം ചെയ്യും എന്നുള്ളത് ശാസ്ത്ര ലോകത്തിന് വലിയൊരു പ്രശ്നമായിട്ട് മാറി. അപ്പൊ ഇങ്ങനെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? നിരന്തരമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഒടുവിൽ ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ത് ചെയ്തു മക്കളെ? വിജയം കണ്ടു. അങ്ങനെ ഏത് ഇന്ത്യൻ സയന്റിസ്റ്റാ വിജയം കണ്ടേ നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന എണ്ണകള് കാർന്ന് തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞൻ ബാക്ടീരിയ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. അപ്പൊ മക്കൾക്ക് സംശയം ഉണ്ടാവല്ലേ, ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മനുഷ്യന്മാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ? എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന ബാക്ടീരിയ നമുക്ക് ഉപകാരമാവാൻ? കണ്ടോ, ഉപകാരമായി മാറിയില്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണയൊക്കെ നമ്മുടെ സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും വലിയ പ്രശ്നമാവും അല്ലെ? പക്ഷെ അങ്ങനെ എത്തിക്കഴിയുന്ന എണ്ണയെ ഈ പറയപ്പെടുന്ന കുഞ്ഞൻ ബാക്ടീരിയ എന്ത് ചെയ്യും? കാർന്ന് തിന്നും. അങ്ങനെ കാർന്ന് തിന്നാൽ എന്താ, പിന്നെ ആ എണ്ണ അവിടെ ഉണ്ടാവോ? ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമായി മാറോ? ഇല്ല അല്ലെ? അങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഈ പറയപ്പെടുന്ന കുഞ്ഞൻ ബാക്ടീരിയ നമ്മളെ രക്ഷിക്കും. അപ്പൊ ആരായി? സൂപ്പർ സ്റ്റാർ ആയി മാറിയില്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ കുഞ്ഞൻ ബാക്ടീരിയക്ക് സൂപ്പർ ബഗ് എന്ന് പേര് കൊടുത്തത്. എന്താ മക്കളെ പേര്? സൂപ്പർ ബഗ്.
അപ്പൊ ഇതാണ് നമ്മുടെ സൂപ്പർ ബഗുകൾ. ഇവരെന്ത് ചെയ്യും? ഈ പറയുന്ന എണ്ണ കാർന്നു തിന്ന് നമ്മൾ എന്ത് ചെയ്യും? രക്ഷിക്കും. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ മക്കൾക്ക്? ഈ പറയുന്ന ബാക്ടീരിയകൾ നമുക്ക് ദോഷങ്ങൾ മാത്രമല്ല ചെയ്യുന്ന അല്ലെ, ചില സമയത്ത് അവരെന്ത് ചെയ്യും? നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുകയും കൂടെ ചെയ്യും. ഈ പറയുന്ന ബാക്ടീരിയ ആനന്ദ് മോഹൻ ചക്രവർത്തി ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെയാണ് വികസിപ്പിച്ചെടുത്തത്. അപ്പൊ അതെന്തൊക്കെയാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മക്കള് കുറച്ചും കൂടെ വലുതാവുന്ന സമയത്ത് പഠിക്കും. എന്നാലും ഇങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇതുപോലെ ടീച്ചർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് മക്കളുടെ അടുത്തേക്ക് വരും. അതുവരെ മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി.